ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തമ്പനയിൽ പറഞ്ഞതുപോലെ നിഫ്റ്റി 21,700 വരുന്നു എന്ന് ചോദിച്ചുള്ള തമ്പനയിൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. സോ ഈ തമ്പനയിൽ നിങ്ങൾ കാണുന്നത് പോലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു തമ്പനയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വ്യക്തമായ ഒരു ട്രേഡേഴ്സിൻ്റെ ലൈഫിൽ നമുക്കൊരു ജേർണലിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. ജേർണലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് ഒരു വീക്കിലി നമ്മൾ അനലൈസ് ചെയ്ത് മാർക്കറ്റിൻ്റെ എങ്ങനെയാണ് പോകുന്നത് ഒക്കെ നമ്മൾ നോക്കി ചാർട്ടിൽ വരച്ചു വെച്ച് അത് വ്യക്തമായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ട്രേഡ് നിങ്ങൾക്ക് എങ്ങനെ വരുന്നു എന്ന് പറയാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിലെ റിപ്പോർട്ട് പ്രകാരം ഡെയിലി ഞാൻ ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ടിൽ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞെന്താണ് 22,117 എന്ന് പറഞ്ഞാൽ ഈ റേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ എവിടെ പോകുമെന്ന് പറഞ്ഞു, 22,177 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 22,233 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ മെനയാന്നത്തെ ട്രെൻഡ് ഡേ POC പോകുമെന്ന് പറഞ്ഞു. അതായത് വ്യാഴാഴ്ചത്തെ ട്രെൻഡ് ഡേ POC പോകുന്നു, മെനയാന്നല്ല വ്യാഴാഴ്ചത്തെ. സോ എന്ത് പറ്റി മാർക്കറ്റ്? വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അവിടെ നിന്ന് ഈ 22,117 മുകളിൽ 22,177 അതിന് മുകളിൽ 22,230 വരെ പോയി. എന്നിട്ട് എവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു? നമ്മുടെ ട്രെൻഡ് ഡേ POCയുടെ ഭാഗത്ത് നിന്ന് റിജക്റ്റ് ചെയ്ത് അവൻ തിരിച്ച് ഏത് ഭാഗത്ത് ഒന്ന് ക്ലോസ് ചെയ്തു? 22,119 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൻ്റെ ഒരു ആസ്പാസ് ഇതിനടുത്ത് തന്നെ വന്ന് അവൻ ക്ലോസ് ചെയ്തു. സോ അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി നിങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 22,177 പൊട്ടുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിവിടെ പൊട്ടി. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചാണ് പൊട്ടിയിരിക്കുന്നത്. സോ അതിന് മുകളിൽ ഇവിടെ ഈ ക്യാൻഡിൽ സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ എങ്ങനെയായിരിക്കും എന്തായാലും ഇത് പകരം പോകണമെങ്കിൽ ഇത് പോകും. അപ്പോൾ ഇതൊരു ട്രേഡ് സെറ്റപ്പാണ്. ഇതിന് മുകളിൽ നമ്മൾ ടാർഗറ്റാണ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് പൊട്ടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് താഴോട്ട് ഒരു സെൽ എടുക്കാം. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് വീണ്ടും സെല്ലാക്കുക. കാരണം നിങ്ങൾ കണ്ടോ, ഒരു ട്രേഡറെ സംബന്ധിച്ച് ഒരു സ്കാൽപ്പറെ സംബന്ധിച്ച് ഇത് കാണുമ്പം ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കിടപ്പുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് ഈ ലെവൽ വേണ്ട. ഇതിന് മുകളിൽ ഒരു ട്രേഡ് കിട്ടി, താഴെ ഇറങ്ങി തിരിച്ച് വെയിറ്റ് ചെയ്ത് ഈ ക്യാൻഡിൽ നമ്മൾ നോക്കിയപ്പം വലിയ ക്യാൻഡിൽ നമ്മൾ വിട്ടേക്കുക. തിരിച്ച് വീണ്ടും ഈ റെസിസ്റ്റൻസ് എടുത്തപ്പോൾ അവിടെ നിന്ന് പുട്ടെടുക്കാം. താഴേക്ക് ഇത് സപ്പോർട്ട് എടുത്തു, അതിൻ്റെ സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വന്നു, തിരിച്ച് ഈ സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും ഇവിടെ കയറി. അപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടേഷനിലാണ് ഈ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് 22,060 എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അതിന് താഴെ പൊട്ടിയാൽ മാത്രമേ 21,903 വരുമെന്ന് പറഞ്ഞു. പക്ഷെ കണ്ടോ, ഈ ഭാഗത്താണ് സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് കയറി, വീണ്ടും ഇറങ്ങി, വീണ്ടും. അപ്പോൾ ഇത് ഒരു ട്രേഡറെ സംബന്ധിച്ച്, ഒരു സ്കാൽപ്പറെ സംബന്ധിച്ച്, നിങ്ങൾ ട്രേഡിംഗ് പ്രൊഫഷണലാക്കുന്ന ആളെ സംബന്ധിച്ച് വേറെ ലോട്ട് ഓഫ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. അപ്പം ഈ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എല്ലാം നിങ്ങൾ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഈ ലെവൽസ് നിങ്ങളെ ചാർട്ടിൽ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തലേദിവസം POC ലെവലിൽ പിങ്ക് വെച്ചാണ് മാർക്ക് ചെയ്യണം. നിങ്ങൾക്കറിയില്ല ട്രെൻഡ് ഡേ POCയുടെ ഭാഗത്തുനിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് വന്ന കണ്ടോ. അതിനർത്ഥം എന്താണ്? മാർക്കറ്റിൽ എന്നാണ് വ്യാഴാഴ്ച ട്രെൻഡ് ഡേ ഡൗൺവേർഡ് വന്നത് ആ ദിവസം സെല്ലർ സ്റ്റിൽ ആക്റ്റീവാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ POC ട്രെൻഡ് ഡേയുടെ POCയുടെ ഇമ്പോർട്ടൻസ് അത് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ POCക്ക് മുകളിൽ മാർക്കറ്റ് പോയിട്ടില്ല, POC ടച്ച് ചെയ്തിട്ട് പോലുമില്ല. സോ അതിനർത്ഥം എന്താണ്? ആ ട്രെൻഡ് ഡേ POCയിലേക്ക് വന്ന സെല്ലറുടെ അഗ്രസീവ്നെസ് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അവൻ്റെ ടാർഗറ്റ് ഇവിടെ അല്ല, അവൻ്റെ ടാർഗറ്റ് നല്ല താഴെയാണ്. അതാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവൻ ട്രെൻഡ് ഡേ POCയുടെ ബോളിലേക്ക് ഭാഗത്ത് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ട്രേഡറെ സംബന്ധിച്ച്, ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡറെ സംബന്ധിച്ച് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലെവൽ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പോയിന്റ്, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 50 പോയിന്റ് മിനിമം നിങ്ങൾക്ക് എടുക്കാം. 2-3 ട്രേഡ് ചെയ്യേണ്ടി വന്നാൽ കൂടെ നിങ്ങൾക്ക് 50 പോയിന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ഈ ലെവൽസ് നോക്കുക. ബാങ്ക് നിഫ്റ്റി അതേപോലെ ആ ലെവലിൽ വന്ന് മാർക്ക് ചെയ്ത് പോവുകയും ചെയ്തു. കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അവൻ കൃത്യമായി ആ ലെവലിൽ വന്നിട്ട് പോയി. നിങ്ങൾ 5 മിനിറ്റ്സ് ചാർട്ട് ഉപയോഗിച്ച് ചെയ്യുകയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്യുക, 30 മിനിറ്റ്സ് തന്നെ മാർക്ക് ചെയ്യുക. ബട്ട് യു ഗോ ഫോർ നിങ്ങൾ ഏതിലേക്ക് പോവുക? 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ്സിലേക്ക് ചാർട്ടിനെ മാറ്റി നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളെല്ലാം കാത്തിരിക്കണം ആ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൻ്റെ വ്യൂവിനെ കരുതി. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൻ്റെ വ്യൂവിലേക്ക് നമുക്ക് പോവാം. സോ നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്നലെ A പീരീഡിൽ മാർക്കറ്റ് താഴേക്ക് വന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് BAയുടെ കട്ട് ചെയ്ത് പോവുകയും C പീരീഡിൽ ഏകദേശം ഇന്നലത്തെ POC ആയ ട്രെൻഡ് ഡേ വ്യാഴാഴ്ചത്തെ POC ആയ 22,233 ഭാഗത്ത് വന്ന് 230 വരെ ഹൈ ബ്രേക്ക് ഒറ്റയടിക്ക് താഴെ ഇറങ്ങി വന്നു. സോ നിഫ്റ്റി പ്രകാരം നിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്തു? എയുടെ ലോയും ബ്രേക്ക് ചെയ്തു, H പീരീഡിലും 1000 ലേ ബ്രേക്ക് ചെയ്തു, തിരിച്ച് ഓൾമോസ്റ്റ് VWAPൻ്റെ അവിടെ വന്ന് ക്ലോസ് ചെയ്തു.
നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം എന്താണ്, നിഫ്റ്റി ഒരു ന്യൂട്രൽ പ്രൊഫൈലാണ്. അതായത് 2 IB എക്സ്റ്റൻഷൻ മുകളിലും തന്നു, താഴെയും തന്നിട്ട് VWAPൻ്റെ അവിടെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പ്രൊഫൈലാണ്. ഇന്നലത്തെ VWAP ഡെയിലി വന്ന ഇന്നലത്തെ VWAP 22,142 42 VWAP നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. സോ ഈ VWAPന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി തിരിച്ച് വീണ്ടും ഈ ഹൈയിലേക്ക് പോകാനും VWAPന് താഴെ നിൽക്കുന്നിടത്തോളം കാലം കൂടുതൽ സെല്ല് ആക്കി ചെയ്യാൻ സാധ്യതയാണ്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ POC നമ്മളെ സംബന്ധിച്ച് 22,233 ഒരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ഡേ POC ഇപ്പോഴും മുകളിൽ നിൽക്കുന്നുണ്ട് ഭീമാകാരനെ പോലെ. അതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വ്യക്തമായി കേട്ടോളുക, 22,233 എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ഡേ POC വ്യാഴാഴ്ചത്തെ POCയുടെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാതെ നമുക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻസ് നിങ്ങൾ എടുക്കാൻ പാടില്ല. ഇന്നലത്തെ പ്രൊഫൈൽ പ്യൂർലി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് എൻ്റെ ഇത്രയും വർഷം മാർക്കറ്റ് പ്രൊഫൈലിൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, ഈ ലോവർ ലെവലിൽ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ നടന്നുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. ആ ലെവലിൽ കൃത്യമായിട്ട് നിഫ്റ്റി ഒരു ബാലൻസിങ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ ഏകദേശം 22,087, 22,117, 22,170 എന്ന് പറഞ്ഞാൽ ഒരു 90 പോയിൻറ്റിനകത്ത് നിഫ്റ്റി കൃത്യമായിട്ടൊരു ബാലൻസിങ് ചെയ്ത് വന്നിരിക്കുകയാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ലോവർ പ്രൊഫൈൽ ഇപ്പോൾ നിങ്ങളിത് മെർജ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ മെർജ് ചെയ്ത് കാണിച്ചു തരാം. മെർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലോവർ ലെവൽ തിക്നെസ് ക്രിയേറ്റ് ചെയ്ത് POCയും ഏകദേശം താഴേക്ക് കൊണ്ടുപോകും. പക്ഷേ നമ്മൾ നോക്കാൻ പാടില്ല, കാരണം ട്രെൻഡ് ഡേ ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഈ 22,200 താഴെ 22,060 വരെയുള്ള ലെവലുകളിൽ ഒരു ബാലൻസിങ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത്. എന്തിനാണ് ഒരു ബാലൻസിങ് ക്രിയേറ്റ് ചെയ്ത് അടുത്തൊരു മൂവിന് വേണ്ടി? സോ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഈ വരാൻ പോകുന്ന ഈ ആഴ്ച നമുക്ക് നല്ലൊരു കിടിലം മൂവ്സ് വരാം. അപ്പർ വേർഡ് ആണെങ്കിൽ 233 മുകളിലാണെങ്കിൽ നല്ലൊരു ഷോർട്ട് കവറിങ് വരാനും, തിരിച്ച് മാർക്കറ്റ് ഈ 120 എന്ന് പറഞ്ഞ ഈ POCക്ക് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെപ്പ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇന്നലത്തെ POC ആയ 22,117 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. 22,117 താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർത്തോളുക. ഫസ്റ്റ് ടാർഗറ്റ് ഈ 21,905 ആണ്. അതായത് നമുക്ക് ഡെയിലി നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് 22,108 എന്ന് പറഞ്ഞാൽ 21,993 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റും, അതിന് താഴെ നമ്മുടെ സെയിം ലെവൽ മാറിയിട്ടില്ല 21,908 എന്നാണ് ഈ POCയും വരാം ടെസ്റ്റ് ചെയ്യാം. അതായത് നമുക്കറിയാം ഈ POC എന്ന് വന്ന POC ആണ്, ഒരു ട്രെൻഡ് ഡേയുടെ POC ആയിരുന്നു. അതായത് 19 ഏപ്രിലിന് വന്ന ട്രെൻഡ് ഡേയുടെ POC ഇവിടെയാണ്. സോ ഈ POCയിലേക്ക് അവൻ ടെസ്റ്റ് ചെയ്യുക. അതിനാദ്യം അവൻ ടെസ്റ്റ് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 22,000 റേഞ്ചിന് അവൻ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം 22,000 താഴെ വരുമ്പോൾ എന്ത് പറ്റും, ഈ 21,908 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാം. ഈ 21,908 താഴെ അവനെ സംബന്ധിച്ച് അടുത്ത ഒരു ലെവലെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഓർത്തോളുക, 21,689 എന്ന് പറഞ്ഞാൽ എന്താണ്, 21,689 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയിലേക്കായിരിക്കും അവൻ പോകുന്നത്. അതാണ് ഞാൻ 21,700 വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊടുത്തത്. അതുകൊണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തോളുക, നിഫ്റ്റിയെ സംബന്ധിച്ച് 21 ഈ 21,900 താഴെ അല്ലെങ്കിൽ 21,880, 878 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിന് താഴെ മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വരാൻ പോകുന്ന ലെവല് ഈ പറഞ്ഞ 21,689 എന്ന് പറഞ്ഞാൽ ഈ POC ആണ്. ആ POC എന്ന് പറഞ്ഞാൽ എന്ന് വന്ന POC ആണ്. ആ POC അടുത്ത് വരാൻ വേണ്ടി കുറേ പ്രാവശ്യം നിഫ്റ്റി ട്രൈ ചെയ്തു. നിഫ്റ്റി ഇതിൽ ഫെയിലിയർ ആയി പോവുകയാണ് ചെയ്തത്, ഇതിന് തിരിച്ച് വീണ്ടും കയറി പോവുക ചെയ്യാണ്. സോ ഇത്തവണ 21,878, 908 എന്ന ആ ലെവൽ ബ്രേക്ക് ചെയ്യുമെങ്കിൽ നിഫ്റ്റി പോകുന്നത് ഈ POCയിലേക്ക് 21,689 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയിലേക്കൊക്കെ ആവും പോകുന്നത്. ആ POC ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏത് ദിവസത്തെ POC ആണെന്ന്. ആ POCയിലേക്കുള്ള ഒരു പോക്കാണ് ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്നത്. സോ നിഫ്റ്റി കാണുന്ന നിങ്ങൾ ഈ 21,689 എന്ന് പറഞ്ഞാൽ എത്ര ദിവസം മുമ്പേ വന്ന POC ആണ് നോക്ക്. ഞാൻ ഇങ്ങനെ മൗസിനെ ബാക്കിലേക്ക് മാറ്റി പോകും തോറും അത് എത്ര ഡിലേ എടുക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഈ POC വരാൻ വേണ്ടി കുറേ ദിവസം നിഫ്റ്റി പിടിച്ചതാണ്, നടന്നില്ല. ഈ ഏത് ദിവസം POC എന്ന് പറഞ്ഞാൽ 14/2 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് വന്ന അറിയാമല്ല, നമ്മുടെ ഹമാസിൻ്റെ ഇസ്രായേലിൻ്റെ ഇഷ്യൂവിൻ്റെ ആ ഒരു സമയത്ത് വന്ന POC ആയ 14/2 വന്ന POC ആയ 21,690 എന്ന POCയിലെ ഭാഗത്തൊക്കെ ആയിരിക്കും നിഫ്റ്റി പോകുന്നത്. അത് എപ്പോഴാണ് പോകുന്നത്? ഈ പറഞ്ഞ 21,908 എന്ന് പറഞ്ഞാൽ ഈ POC ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ എവിടം വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്? ഈ പറഞ്ഞ POCയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം നിഫ്റ്റി കൂടുതലാണ്. സോ നിഫ്റ്റി സംബന്ധിച്ച് നമുക്ക് ഈ ചാർട്ടൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ചാർട്ടൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം.
നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് ചാർട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കൂടുതൽ മനസ്സിലാവുള്ളൂ. സോ കൃത്യമായി ഓർത്തോളുക, ഈ ഒരു POCയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. 21,689 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു POCയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്ന് ചാർട്ടിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചാർട്ടിലേക്ക് മാർക്ക് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. സോ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളുക, ഞാൻ ഈ ചാർട്ടിലേക്ക് അത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ നമ്മളെ ഇപ്പം ഇന്ന് ഈ പറഞ്ഞ 118 എന്ന് പറഞ്ഞത് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ്, അതൊരു 117 എന്ന് പറഞ്ഞത് നമ്മളെ POC ആണ്. അപ്പോൾ അതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റാൻ വേണം, കാരണം നമ്മളെ POCയുടെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ കളറാണ്. ഈ കളറിലൊക്കെ ഞാൻ മാറ്റി. ഇപ്പോൾ ഇതൊരു POC ആണ്, ഇതൊരു POC ആണ്. അപ്പോൾ ഇത് ബാക്കി താഴോട്ടുള്ള ലെവൽ ഇങ്ങനെ എന്താണ് 22,117 താഴെ നമ്മളെ ഈ 22,600 ഒരു ചെറിയൊരു സപ്പോർട്ടാണ്. അതിന് താഴെ നമുക്ക് ഈ 22,000ലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് 22,000 സപ്പോർട്ടും അതിന് താഴെ 21,908ഉം അതിന് താഴെ ഈ 878 എന്ന് പറഞ്ഞ ഈ ലെവലും അതിന് താഴെ വരികയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ 21,690 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു POC ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഈ POCയിലേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഓർത്തോളുക, നിഫ്റ്റി എങ്ങനെ വരുള്ളൂ, അതായത് 22,117 നമ്മൾ ഇന്നലത്തെ POCയും വ്യാഴാഴ്ചത്തെ POC ഇതാണ്. അപ്പം ഇതിന് മുകളിൽ 22,232 മുകളിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ ലെവലിലേക്കുള്ള 22,287, 22,335, 22,390 അല്ലെങ്കിൽ അത് 390 എന്ന് പറഞ്ഞാൽ അതൊരു POC ആണ്. സോ ഇനി താഴോട്ടാണെങ്കിൽ നമുക്ക് ഈ ഇപ്പം നിൽക്കുന്നത് 22,177, അതായത് 22,118, 20 നിഫ്റ്റി നിൽക്കണം. അപ്പോൾ ഇതിന് താഴെ നിൽക്കുമ്പോൾ ഈ 22,060 ചെറിയൊരു സപ്പോർട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ അവൻ്റെ ടാർഗറ്റ് ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 22,000ഉം സെക്കൻഡ് 21,908ഉം അതിന് താഴെ ഈ 878, 880 സപ്പോർട്ടാണ്. ഈ 880 പൊട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഷാർപ്പ് സെൽ ഓഫ് വരികയും ആ സെൽ ഓഫ് എവിടെ പോയി അവസാനിക്കുകയും ചെയ്യും, 21,690 എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്ക് പോയി അവസാനിപ്പിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീക്കിലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും, വീക്കിലി എങ്ങനെ മൂവ് ചെയ്തു. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു വീക്കിലി പ്രൊജക്ഷൻ വയ്ക്കാം. നമുക്ക് വീക്കിലിയുടെ പ്രൊജക്ഷൻ വയ്ക്കണമല്ല, കാരണം നമ്മൾ ആസ് എ ട്രേഡർ നമ്മളൊരു വീക്കിലി കൊണ്ട് അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു വീക്കിലി ഒരു ബ്രോഡർ മാർക്കർ ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം നമുക്ക് നോക്കണം, അടുത്ത ഷോർട്ട് ടൈം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ട്രേഡറെ സംബന്ധിച്ച് വീക്കിലിയാണ് നമ്മുടെ ഈ ഒരു വീക്കിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ആ വീക്കിലി നമുക്ക് നോക്കി വയ്ക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എന്താണ് നിഫ്റ്റി വീക്കിലി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്തുവാണ് വീക്കിലി എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഒരു ഡൗൺവേർഡ് മൂവാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ മൺഡേ തൊട്ട് മാർക്കറ്റ് അടിച്ചിറങ്ങി, അതായത് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ, അല്ലെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ഏതിലുള്ളത്, നമ്മുടെ വീക്കിലി ചാർട്ടിൽ വരുന്നത്. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിലെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നിഫ്റ്റിയുടെ നമ്മൾ നോക്കിക്കറിഞ്ഞാൽ നിഫ്റ്റിക്ക് നമുക്ക് ഇതൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ പ്ലസ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത് ഡബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഇവിടെ ഇടയ്ക്കൊരു സിംഗിൾ പ്രിൻറ്റ് വന്നിട്ടുണ്ട്, എന്നാൽ കൂടെ ഡബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ ട്രെൻഡ് വരുന്നത് നോക്കുമ്പോൾ നമ്മൾ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ. അത് പ്രകാരം നമുക്ക് അവൻ നല്ലൊരു ടാർഗറ്റ് തന്നു. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, നിഫ്റ്റിയുടെ POC ഇപ്പോഴും ഹയറിൽ നിൽക്കണം. നിഫ്റ്റിയുടെ POC വീക്കിലി POC ഇപ്പോഴും നിൽക്കുന്നത് 22,368 ഭാഗത്താണ് ഈ വീക്കിലി POC നിൽക്കുന്നത്. സോ അവൻ കുറേ HVN സോൺ ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 22,250 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെല്ലിങ്. അതിന് താഴെ പിന്നെ ഒരു HVN സോൺ വന്നിരിക്കുന്നത് 22,150 ഭാഗത്താണ്. ഇപ്പോൾ അതിന് താഴെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കണം. സോ നമ്മളെ സംബന്ധിച്ച് വീക്കിലി വ്യൂ ആണെങ്കിൽ നമുക്ക് 22,034 എന്ന് പറഞ്ഞാൽ ഒരു വീക്കിലി HVN സപ്പോർട്ടുണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലിയിൽ അടുത്ത സപ്പോർട്ട് വരുന്നത് 21,880 എന്ന് പറഞ്ഞാൽ ഈ ഒരു HVN സോൺ 877 അറിയാലോ, നമ്മൾ ഡെയിലി ഈ പോയിന്റ് ഉണ്ട്. അപ്പം 22,034 എന്ന് പറഞ്ഞാൽ വീക്കിലി സപ്പോർട്ട് പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ പോകുന്നത് 21,887ഉം വീക്കിലിയിൽ ഒരു നമ്മളെ POC കിടക്കുന്നത് ഈ ഒരു എയിമിലായിരിക്കും. സോ ആസ് ലോങ് ആസ് 22,370 അല്ലെങ്കിൽ 22,368 എന്ന് പറഞ്ഞ ഭാഗത്തിന് താഴെ നിഫ്റ്റി നിൽക്കുന്നത്തോളം കാലം ഈ ഒരു 21,745 എന്ന് പറഞ്ഞാൽ ഈ POCയിലേക്കായിരിക്കും അവൻ പോകുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലിയും ടാർഗറ്റ് ചെയ്യുന്നത് 21,740 ആണ്, ഡെയിലിയും ടാർഗറ്റ് ചെയ്യുന്നത് 21,690 ഭാഗമാണ്. ഏകദേശം 21,700 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ ഒരു പ്രൊജക്ഷൻ ഫ്യൂച്ചർ പറയുന്നത്. അത് ഏത് ലെവലിൽ പൊട്ടണം, ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവലായ 21,908ഉം അതിന് താഴെ ഈ 22
21,877 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് 2 ലെവലും പൊട്ടുകയാണെങ്കിൽ ഈ 21,700 വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. സോ നമ്മൾ ആ ട്രെൻഡ് ഒരിക്കലും വീക്കിലി ബേസിസ് ട്രെൻഡ് ന്യൂട്രൽ ആവുന്നത് 22,368 എന്ന് പറഞ്ഞാൽ ഈ വീക്കിൻ്റെ POCയുടെ മുകളിൽ മാത്രമേ ന്യൂട്രൽ ആവുള്ളൂ. ഡെയിലിക്കാണെങ്കിൽ 22,233 എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ, അതായത് വ്യാഴാഴ്ചത്തെ POCക്ക് മുകളിൽ മാത്രമേ ന്യൂട്രൽ ട്രാൻസാക്ഷനിലേക്ക് മാർക്കറ്റ് പോകാൻ പറ്റുള്ളൂ. സോ ഫാർ നിഫ്റ്റിയിൽ സെല്ലേഴ്സിൻ്റെ ഹാൻഡാണ്. കുറച്ച് സെല്ലിങ്സ് ഇനി വരാം. വിക്സ് കൂടുന്നതോറും വോളറ്റിലിറ്റി കൂടും. അപ്പോൾ സെല്ലിങ് കുറച്ചും കൂടെ അഗ്രസീവായി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ 22,000 എന്ന് പറഞ്ഞാൽ ഈ മാർക്ക് പൊട്ടുകയാണെങ്കിൽ സെല്ലിങ് നല്ല സിവിയറായിട്ട് അഗ്രസീവായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓപ്ഷൻസിൽ ബൈയിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ കൺവിൻസിങ് ആയ ലോങ് കോൾ ഓപ്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിസ്ക് കുറച്ച് എടുക്കുകയാണെങ്കിൽ സിവിയറായിട്ടുള്ള ഫോൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൻ്റെ കൂടെ തന്നെ പോകേണ്ടി വരും. സോ വീക്ക്ലി അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചല്ലോ. നമുക്കിനി പോവേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിലേക്ക് നമുക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് പ്രകാരം ബാങ്ക് നിഫ്റ്റി ഒരു ബാലൻസിങ് തന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഡെയിലി പറയുമ്പോൾ ഒരു പ്യുവർലി ഒരു ബാലൻസിങ് തന്നതിന് ശേഷം ആശാൻ എവിടെ തന്നെ ക്ലോസ് ചെയ്തു. ഇന്നലത്തെ വ്യാഴാഴ്ചത്തെ POCയുടെ താഴെ 47,937 താഴെ പുതിയൊരു POC ക്രിയേറ്റ് ചെയ്തു. 47,856 എന്ന POC ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ക്രിയേറ്റ് ചെയ്തിട്ട് അവ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കുറച്ച് താഴേക്ക് വന്ന് നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ഡൗൺവേർഡ് തന്നു. പക്ഷേ അത് ടാർഗറ്റ് തരാൻ പറ്റാതെ എന്ത് പറ്റി, ഏകദേശം ലോവർ ലെവലിലാണ് അവൻ ക്ലോസ് ചെയ്തേക്കുന്നത് ബാങ്ക് നിഫ്റ്റി. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ക്ലോസിങ് ഈസ് വെരി വെരി ബാഡാണ്. എന്തുകൊണ്ട് ബാഡെന്ന് പറഞ്ഞാൽ മെനങ്ങാന്ന് വ്യാഴാഴ്ചയും ഡൗൺവേർഡ് മൂവിൽ വന്നു. ഇന്നലെ വെള്ളിയാഴ്ചയും ഡൗൺവേർഡ് മൂവിൽ വന്നതുകൊണ്ട് ഇവൻ എന്താണ് ഒരു ഡൗൺവേർഡ് മൂവ് ആയതുകൊണ്ട് അവൻ ആ ലോവർ ലെവലിൽ തന്നെ കീപ്പപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച വീക്കാണ്. അവൻ എവിടേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആസ് ഫോർ ദി എന്താണ് ഈ 47,587 താഴെ 580,600 താഴെ നിൽക്കുന്നിടത്തോളം കാലം അവൻ 47,300 എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്കും ഈ 47,300 താഴെ വന്നു കഴിഞ്ഞാൽ 47,148 എന്ന് പറഞ്ഞാൽ ഈ ലെവലും അതിന് താഴെ ഈ 47,000 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബൈയിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ബൈയിങ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ POC 47,856 മാത്രമേ ബൈയിങ്ങിനെ കുറിച്ച് അതായത് 2 ന്യൂട്രൽ ആവാനും ഈ 47,856 47,856 താഴെ 56 മുകളിൽ 47,937 അതിന് മുകളിൽ 48,093 എന്ന് പറഞ്ഞാൽ ഈ ഒരു ബി പീരീഡിൽ വന്ന ഹൈ അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ സി പീരീഡിൻ്റെ സിംഗിൾ പ്രിൻ്റ് ഭാഗത്തേക്കും ടെസ്റ്റ് ചെയ്യും. ഈ 48,093 മുകളിൽ മാത്രമേ ഒരു ഒരു അപ്പോർഡ് മൂവ്മെൻറ്റ് വരാനും അത് 48,270 വരെ പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഈ 48,270 മുകളിൽ 48,425 എന്ന് പറഞ്ഞാൽ നമ്മുടെ 7/5 മെയ് 7-ാം തീയതിയുള്ള POCയിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ആ ലെവൽ, കാരണം നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മൂവ്മെൻറ്റ് അധികം വലിയ മൂവ്മെൻറ്റ് തന്നതിൽ കൂടെ ഈ നമ്മുടെ ലെവലത്തിൽ നിന്ന് കളിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, ഈ ലെവൽസ് മാർക്ക് ചെയ്യേണ്ടത് കുറച്ച് ഈസിയായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഇത് ബാങ്ക് നിഫ്റ്റിയെ പോലെ വീക്കിലിയും ട്രെൻഡ് ഡൗൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ 30 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. നിങ്ങൾ കുറച്ചും കൂടി ഈസി ആക്കിയാൻ വേണ്ടി 30 മിനിറ്റ് ചാർട്ടിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓർത്ത് പോവുക, ഇത് നിങ്ങനത്തെ POC ആണ്. ഇപ്പോൾ 47,856 ആണ് ഇന്നലത്തെ POC. അപ്പോൾ ആ ഭാഗത്തിനും നമ്മൾ അവിടെ ഒരു POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അറിയാമല്ലോ. നമുക്ക് 856 ആണ് നമ്മുടെ POC. അപ്പോൾ അതിനെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്ത വരാമ്പോൾ നമ്മുടെ സപ്പോർട്ട് എത്രയാണ്? 47,500 ആണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ ഈ 600 നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതിന് താഴെ അടുത്തത് എത്രയാണ്? 47,300, അതിന് താഴെ 47,148, അതിന് താഴെ 47,000 ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഓർത്തോളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ഇനി മുകളിലോട്ടാണെങ്കിൽ ഈ 856 മുകളിൽ 948 എന്ന സപ്പോർട്ടും അതിന് മുകളിൽ 48,090 ഈ ലെവലും അതിന് മുകളിൽ 207 അതിന് മുകളിൽ അടുത്ത POC ആണ് 48,425. ഇതാണ് നമ്മൾ അടുത്ത ഈ POC. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഈ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതാ POC. സോ ഇതാണ് ഈ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെയുള്ള മൂവ്മെൻറ്റ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺവേർഡ് മൂവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കണക്കൂട്ടൽ ബാങ്ക് നിഫ്റ്റി ഈ POC ലെവൽ ടെസ്റ്റ് ചെയ്യും. ഈ POC ലെവലെന്ന് പറഞ്ഞാൽ നമ്മളൊരു POC നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ POC ലെവൽ അവൻ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. സോ
ഈ ആസ് ലോങ് ആസ് ഈ പി ഒ സിക്ക് താഴെ നിൽക്കുക 47,856 താഴെ നിൽക്കുന്നുണ്ടെന്ന കാലം ഈ 47,000 എന്ന് പറഞ്ഞ ഈ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം വീക്കിലി നമ്മുടെ ഡെയിലി ക്ലോസിംഗ് ബേസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ വീക്ക് ക്ലോസിംഗ് ആണ്. അപ്പോൾ ലോവർ ലെവൽ ഈവൻ തോ ഇന്നലെ ഈ ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ട് കൂടെ കുറച്ച് റിവേഴ്സൽ ചെയ്ത് വീണ്ടും ആ ഭാഗത്തിന് മുകളിൽ പോകാൻ നോക്കി നടക്കാതെ വീണ്ടും ഈ ലോവർ താഴെയാണ് വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ വ്യാഴത്തെ താഴെയാണ് വീണ്ടും നമ്മൾ ക്ലോസ് ചെയ്ത്. കാരണം ദിസ് ഇസ് എ വീക്ക് ബെയറിഷ് ക്ലോസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. സോ എൻ്റെ കണക്കൂട്ടിൽ വെച്ച് ഈ 47,000 നമുക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി വീക്കിലി അനാലിസിസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വീക്കിലിയിലേക്ക് പോകാം. വീക്കിലി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് മീഡിയം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വീക്കിലിയും കൂടെ നമുക്ക് കുറച്ചും കൂടെ ആവശ്യമുണ്ട്. സോ ഈ വീക്കിലി അനാലിസിസിലേക്ക് നമുക്ക് പോണ സമയത്ത് വീക്കിലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ്. ചിലപ്പോൾ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ വന്നതാണ്. നിഫ്റ്റിയെ പോലെ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ പോലെ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ വന്ന് കാണും. നമുക്ക് നോക്കണം. കാരണം ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീക്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 47,580 എന്ന് പറഞ്ഞാൽ പഴയൊരു പി ഒ സി ആണ്. ആ പഴയ ഏത് ദിവസത്തെ, അതായത് 14/4, അതായത് ഏപ്രിൽ 14 വന്ന ആ ഒരു വീക്കിലി പി ഒ സിയുടെ ഭാഗത്തെ അവർ സപ്പോർട്ട് എടുത്ത് അതിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു. സോ 47,586 താഴെ നിൽക്കുന്നത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു ഡൗൺവേർഡ് മൂവ് തരാനും ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ഇറ്റ്സ് എ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ആണ്. മുകളിലും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇടയ്ക്ക് 48,800 തൊട്ട് 48,651 വരെ സിംഗിൾ പ്രിൻറ്റ് ഡൗൺവേർഡ് ഉണ്ട്. അതിനുശേഷം വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ തന്നു. ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി പി ഒ സി ഫോം ചെയ്തിരിക്കുന്നത് 48,231 അപ്പോൾ 48,231 മുകളിൽ മാത്രമേ ട്രെൻഡ് ന്യൂട്രലാകാൻ പറ്റുള്ളൂ. ഒന്ന്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവൻ കഴിഞ്ഞ ആഴ്ചത്തെ, അതായത് ഏപ്രിൽ 21 തുടങ്ങിയ വീക്കിൻ്റെ പി ഒ സി ആയ 48,031 താഴെ അവൻ ക്ലോസ് ചെയ്തു. ഒന്ന്. സെക്കൻഡറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ ഏപ്രിൽ 14 വന്ന ഈ പി ഒ സി 47,580 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി താഴെ തൊട്ട് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ 47,580 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ വീക്കിൻ്റെ കഴിഞ്ഞു പോയ വീക്കിൻ്റെ പി ഒ സി ആയ 48,030 വരെ പോകാനും 47,030 മുകളിൽ 48,233 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി താഴോട്ട് 47,550 താഴെ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ 47,260 47,580 താഴെ 47,260 വീക്ക്ലി ബേസിസിൽ. അടുത്തത് 47,149 ഈ സപ്പോർട്ടും. അതിന് താഴെ 46,967 ഈ 46,967 താഴെ 46,680 ഈ 46,680 താഴെ ഈ 46,580 വരാൻ ചാൻസ് ഉണ്ട്. സോ 46,550 താഴെ പൊട്ടിക്കഴിഞ്ഞാൽ നല്ല സിവിയർ സെൽ ഓഫ് വരും. നമ്മളെ സംബന്ധിച്ച് ഓർത്ത് വെച്ചേക്കുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,580 എന്ന് പറഞ്ഞാൽ ഈ വീക്കിൻ്റെ 14 ഏപ്രിലിലെ വീക്കിൻ്റെ ഈ പി ഒ സി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ സിവിയർ സെൽ ഓഫ് വരാനും മാർക്കറ്റ് 46,580 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ കൂടെ ഏതൊക്കെയാണ് സ്റ്റോപ്പുകൾ? 47,266, 47,148, 46,966, അതിന് താഴെ 46,680. അപ്പോൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ രണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ വീക്കിലി നോക്കുകയാണെങ്കിൽ വളരെ നോർമൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡൗണിൻ്റെ ഒരു ടാർഗറ്റ് കിട്ടിയ നോർമൽ വേരിയേഷൻ ഡൗൺ ഒന്ന് സംഭവിച്ച ദിവസമാണ്. സോ അതുകൊണ്ട് രണ്ട് വീക്കിലിയാണ് ക്ലോസ് ചെയ്തത്. കാരണം വീക്കിലി ബേസിസിൽ വീക്കായിട്ട് ക്ലോസ് ചെയ്തത്. അതായത് നമ്മൾ വളരെ വീക്കായിട്ട് വീക്ക് എന്ന് എന്താണ് ക്ഷീണിതനായിട്ട് അടിച്ച് ക്ലോസ് ആയിരിക്കണം. സോ മാർക്കറ്റ് തിരിച്ച് നമ്മളെ ഈ 48,237 48,237 എന്ന വീക്കിലി പി ഒ സിക്ക് മുകളിലോ 22,233 എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ഡൗൺ വേ എന്ന വ്യാഴാഴ്ച പി ഒ സിയുടെ മുകളിലോ മാർക്കറ്റ് കയറുകയാണെങ്കിൽ ഈ വീക്കായി നിൽക്കുന്ന പാമ്പ് പത്തി പൊക്കുന്ന പോലെ ഇവന്മാരൊക്കെ തിരിച്ചടിച്ച് റിവേഴ്സ് ആവാനും ഷോർട്ട് കവറി മാരകമായി സംഭവിക്കാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വീക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കണക്കോട്ട് വെച്ച് 80% ഞാൻ ഡൗൺവേർഡ് മൂവാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ലെവൽസ് വെച്ച് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. വീഡിയോ കാണാത്ത ആൾക്കാർ ദയവ് ചെയ്ത് വീഡിയോ കാണുക. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള പോഡ്കാസ്റ്റിൽ വീഡിയോസ് ഉണ്ട്, അത് കാണുക, കേൾക്കുക, പഠിക്കുക. നമ്മുടെ ഓട്ടോ ഫ്ലോയെ കുറിച്ചുള്ള വീഡിയോസൊക്കെ കുറച്ച് ഇനി വരാൻ പോകുന്നത് കുറച്ച് വീഡിയോസിൻ്റെ പണിപ്പുറയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് പണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം ഈ ബാക്കി മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് ഓട്ടോ ഫ്ലോയെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മളെ പോഡ്കാസ്റ്റിലേക്ക് വരുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് വരുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റും വളരെ കുറവാണ്, പ്രത്യേകിച്ച് ലൈക്ക് വളരെ കുറവാണ്. നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം. അറിയാമല്ലോ, നിങ്ങളുടെ ലൈക്ക് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നമ്മൾ ലൈക്കും ഷെയറും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പെട്രോൾ, എൻ്റെ വണ്ടിയുടെ പെട്രോൾ അതാണ്.
എൻ്റെ വണ്ടിക്ക് നിങ്ങൾ പെട്രോൾ തരിക. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.